യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടി ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ ദൈവം നൽകിയ വിലപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇത് തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അതൊരു അനുഗ്രഹമായി മാറും. ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതത്തെ ചെയ്യാനിടവരും. അടയാളങ്ങൾ ദൈവം ചെയ്യും. എൻ്റെ സാഹചര്യങ്ങളിൽ, എൻ്റെ അവസ്ഥകളിൽ ദൈവം മാറ്റം വരുത്തും. എനിക്കിന്നൊരു നല്ല ദിവസം ദൈവം ഒരുക്കി തരും. എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് കുറേ കൂടി ഉയരാനും വളരാനും ദൈവം ഒരുക്കുന്ന വഴികളെ ഞാൻ കാണും. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ ദിവസം ആരംഭിക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്നവർ, അയച്ചു കൊടുക്കുന്നവർ, ഇത് ആദ്യമായി ഇന്ന് കേൾക്കുന്നവർ, എല്ലാവരെയും ഓർത്ത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കാം, എന്തിനാണ് എപ്പോഴും അയച്ചു കൊടുക്കാൻ പറയുന്നത്? എന്തിനാണിത് കേൾക്കാൻ പറയുന്നത്? ആരെങ്കിലുമൊക്കെ വേണം അയച്ചു കൊടുക്കാനും, ആരെങ്കിലുമൊക്കെ വേണം പറയാനും, ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണം. അപ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയുണ്ടാവുക, സുവിശേഷം അറിയപ്പെടുക, അതിലൂടെ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ കഴിയുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു തളർവാദ രോഗിയുണ്ട്. ആൾക്ക് എഴുന്നേൽക്കാനൊന്നും വയ്യ. ആൾക്കൊരു പണിക്ക് പോകാൻ, ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല, കിടന്ന കിടപ്പിലാണ്. പക്ഷേ യേശു ഉള്ള സ്ഥലത്തേക്ക് ആ മനുഷ്യനെ കട്ടിലിൽ കയറ്റി കിടത്തി ചുമന്നുകൊണ്ട് പോയൊരു 4 പേരുണ്ട്. ആ 4 പേരില്ലായിരുന്നെങ്കിലോ ആ വ്യക്തി എന്നെങ്കിലും ദൈവത്തിൻ്റെ ശക്തി അറിയുമായിരുന്നോ? ആ ദൈവത്തിൻ്റെ സ്നേഹം അറിയുമായിരുന്നോ? സൗഖ്യം അനുഭവിക്കുമായിരുന്നോ? ആ കട്ടിലോടെ ചുമന്ന പെരയുടെ മുകളിൽ കയറ്റി ഓടിളക്കി താഴെ ഇറക്കി ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം നിമിത്തം ആ വ്യക്തി സൗഖ്യമായി എന്നാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും വിശ്വാസം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ആ വചനം കേൾക്കണമെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്ത എൻ്റെ വിശ്വാസം കണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തെങ്കിലോ, അതിലൂടെയാണെങ്കിലോ നാളെ ഒരു സമയത്ത് അവർ ദൈവത്തെ അറിയുന്നതെങ്കിലോ, ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. നമ്മൾ ഇന്ന് കേൾക്കുന്ന വചനം ഒത്തിരി അനുഗ്രഹമായി തീരട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവവചനത്തിൽ ഒന്ന് വായിക്കുന്ന വചനം 8-ാം അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇന്നലെ അത് ജസ്റ്റ് ഒന്ന് തൊട്ടിരുന്നു, പക്ഷെ അതിന് പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചില്ല. ഇന്ന് ആ വാക്യം ഒന്ന് പറയട്ടെ. 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. ദൈവം ഓർത്തു എന്ന്, ദൈവത്തിൻ്റെ ഓർമ്മയിൽ അത് വന്നു എന്ന്. ആരാണ് നോഹ? എന്താണ് ഈ പെട്ടകം? എന്താണ് ഇത്ര ഓർക്കാനുള്ള കാരണം? ദൈവം നോഹയെ, കുടുംബത്തെ ഓർക്കാനൊരു കാരണം നോഹന് ഒത്തിരി സമ്പത്തുണ്ടായിരുന്നുകൊണ്ടല്ല, നോഹ വലിയ പ്രസംഗം പറയുന്ന ആളായതുകൊണ്ടല്ല. നോഹ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ദൈവസന്നിധിയിൽ ഭയങ്കര വിലയാണ്. ആ വ്യക്തിയെ, ആ കുടുംബത്തെ ദൈവം ഒരിക്കലും മറന്നു കളയില്ല. ചിലരൊക്കെ പറയില്ലേ, നിങ്ങളൊക്കെ ഇച്ചിരി പണമായപ്പോൾ ഞങ്ങളെയൊക്കെ മറന്നു, നിങ്ങൾക്കൊക്കെ നല്ല കാലമായപ്പോൾ ഞങ്ങളെയൊക്കെ മറന്നു. പക്ഷേ ദൈവം ഒരിക്കലും ഇങ്ങനെ ഒരാളെ മറക്കില്ല. ദൈവത്തിൻ്റെ വാക്ക് നിൽക്കുന്ന ഒരാളെ ദൈവം മറക്കില്ല. ആ വ്യക്തി ഏത് പ്രതിസന്ധി കൂടെ കടന്നാലും ദൈവം ആ വ്യക്തി അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ കണ്ണ്, ദൈവത്തിൻ്റെ ഓർമ്മ എപ്പോഴും ആ വ്യക്തിയോട് കൂടെ കാണും. ദൈവം ഓർത്തു. ഒന്നും കൂടെ വാക്യം വായിക്കാം. നോഹയെയും ആ പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും സർവശക്തനായ ദൈവം ഓർത്തു എന്ന്. സർവശക്തനായ ദൈവം ഓർത്തു എന്ന് പറയാൻ കാരണം നോഹ ദൈവത്തിൻ്റെ വാക്കിനെ സ്നേഹിച്ചത് കൊണ്ടാണ്. അങ്ങനെങ്കിൽ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട. ഇന്ന് ചുറ്റും നിൽക്കുന്ന പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. ഇന്ന് നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളെ ഓർത്ത് പേടിക്കണ്ട. ഇന്ന് പറഞ്ഞ വാക്കുകളെക്കുറിച്ചോ ആരെങ്കിലും പറഞ്ഞ വിമർശന വാക്കുകൾ ഓർത്തൊന്നും തളരണ്ട. കാരണം നിങ്ങളെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളൊരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. അടുത്ത വാക്യം ഇങ്ങനെയാണ്. 8-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം. അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി. അപ്പം ചുമ്മാതൊരു കാറ്റ് വീശിയതല്ല,
ദൈവം ഒരു കാറ്റിനെ അങ്ങോട്ട് വീശി. ദൈവം ഒരു കാര്യം അവർക്ക് അനുവദിച്ചു കൊടുക്കുവാണ്. ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ ദൈവം അയക്കുന്ന ചില അനുഗ്രഹങ്ങളുടെ കാറ്റുണ്ട്, ചില വിടുതലുകളുടെ കാറ്റുണ്ട്, ചില നന്മകൾ. കാറ്റെന്ന് പറയുന്നത് നമുക്കറിയാം, അതിന് ഭയങ്കര ആശ്വാസമുള്ളതാണ്. അത് വെയിലത്ത് നന്നായിട്ട് ക്ഷീണമായിട്ട് ഇരിക്കുമ്പോൾ ഒരു കാറ്റ് വീശുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമാണ്. അത് തരുന്നൊരു ആനന്ദം വേറെയാണ്. എത്ര ഫാനിട്ടാലും അത് കിട്ടത്തില്ല. ആ കാറ്റിന് ഒരു ദൈവം അയച്ചൊരു കാറ്റ് അവിടെ ഉണ്ടാവുകയാണ്. ദൈവം അയച്ച ഒരു കാറ്റാണ് അവിടെ വെളിപ്പെട്ടതെങ്കിൽ ദൈവം അയച്ചൊരു സൗഖ്യം നിങ്ങളിൽ ഇന്ന് വെളിപ്പെടട്ടെ. ദൈവം അയച്ച ഒരു വിടുതൽ നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിയട്ടെ. ആ നോഹയും കുടുംബങ്ങളും ദൈവം അയച്ചൊരു കാറ്റ് അനുഭവിച്ചതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന അത്ഭുതകരമായൊരു നന്മ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. കാരണം ദൈവം നിങ്ങളെ ഓർക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല. ഉപേക്ഷിച്ചായിരുന്നെങ്കിൽ പണ്ടേ തകർന്നു പോയേനെ, പണ്ടേ പരാജയപ്പെട്ടു പോയേനെ, പണ്ടേ മണ്ണായി പോയേനെ. ദൈവം നിങ്ങളെ കൈപിടിച്ചാണ് നടത്തുന്നത്. ദൈവം നിങ്ങളെ കാണുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ദൈവം ഒരു കാറ്റയച്ചതുപോലെ കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് ഒരു അനുഗ്രഹത്തെ അങ്ങ് അയക്കണമേ. കാറ്റാണ് വീശിയത്, അനുഗ്രഹത്തെ അങ്ങ് അയക്കണമേ. ആ കാറ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടതൊരു സൗഖ്യമാണ്. കർത്താവേ, എനിക്കൊരു സൗഖ്യമാണ് ആവശ്യം, എനിക്കൊരു വിടുതലാണ് ആവശ്യം, എനിക്കല്പ സമാധാനമാണ് ആവശ്യം, എനിക്കൊരു പുരോഗതിയാണ് ആവശ്യം. ഞാനിങ്ങനെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. ജീവിച്ചതും മരിച്ചതും ഒരുപോലെയൊക്കെ എൻ്റെ മനസ്സ് ശരീരമൊക്കെ പോണത്. ഞാൻ മരിച്ച പോലെ ഇന്ന് ജീവിക്കുന്നു എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ജീവിതം കടന്നു പോകുന്നവരുടെ മേൽ ഒരു അനുഗ്രഹത്തിൻ്റെ, വിടുതലിൻ്റെ, അഭിഷേകത്തിൻ്റെ കാറ്റിനെ അങ്ങ് വീശണമേ. അത് സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്ന കാറ്റാണ്. നിൻ്റെ ജീവിതത്തെ മറിച്ചിടുന്ന കാറ്റല്ല. ദൈവം അയച്ച കാറ്റ് ആ പെട്ടകത്തെ മറിച്ചിടുന്ന കാറ്റല്ല, അവിടെ ഒരു വിടുതൽ കൊണ്ടുവരുന്ന കാറ്റാണ്. ആ സാഹചര്യങ്ങൾ, ആ വെള്ളമൊക്കെ ഇറങ്ങിപ്പോകാൻ, സാഹചര്യങ്ങൾക്ക് മാറ്റം വരാൻ ദൈവം അയച്ച കാറ്റാണത്. ഇതുപോലെ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് അയക്കുന്ന കാറ്റ് നിൻ്റെ ഇപ്പോഴത്തെ സമാധാനം കെടുത്തുന്ന, ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കുറച്ചുകൂടി ദോഷം വരുന്നൊരു കാറ്റല്ല അയക്കുന്നത്. പക്ഷെ നിൻ്റെ ജീവിതത്തിന് വിടുതൽ നൽകുന്ന, സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്നൊരു കാറ്റ്, അത് ദൈവം അയക്കട്ടെ. ദൈവം അയച്ച അനുഭവമുണ്ട്. അതിലൂടെ നിനക്കൊരു നല്ല സമാധാനം, ഒരു സാക്ഷ്യം തന്നെ നിൻ്റെ ജീവിതത്തിലുണ്ടാവും. ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം നിനക്കുണ്ടാവും. ദൈവം നിന്നെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ഇടപെടൽ നിനക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. സന്തോഷം, സമാധാനം നിറയട്ടെ. ഈ വചനം, ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവർ, അയച്ചു കൊടുക്കുന്നവർ എല്ലാവരിലും വെളിപ്പെടാനിട വരട്ടെ. ദൈവം അയച്ചൊരു കാറ്റ്, ദൈവം അയച്ചൊരു കാറ്റ്, ദൈവം അയച്ചൊരു വിടുതൽ, ദൈവം അയച്ചൊരു സമാധാനം, ദൈവം അയച്ചൊരു കൂട്ടായ്മ, ദൈവം അയച്ചൊരു സമാധാനം. ഇങ്ങനെ ദൈവം അയച്ച ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ വരട്ടെ. ഒരു വലിയ നന്മ നിനക്ക് അനുഭവിക്കാൻ കഴിയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനം കേട്ട് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ വചനം ഒത്തിരി പ്രാധാന്യമുള്ളതാണ്. സാധിക്കുന്നവരിലേക്ക് ഇത് എത്തിക്കുക. രാവിലെ തന്നെ ഇത് കാണാൻ സാധിക്കുന്നവർ ഒരുമിച്ച് 5:30 തന്നെ കാണുക. ഒരുമിച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആ സമയം തന്നെ ദൈവത്തിന് വേണ്ടി ആ സമയം ഒരു 5 മിനിറ്റ് മാറ്റിവെക്കുക. അത് ബാക്കി എല്ലാ സമയങ്ങളും അനുഗ്രഹമാകാൻ ഈ മാറ്റിവെക്കുന്ന ഈ 10 മിനിറ്റ് സമയം കാരണമാവും. ഒത്തിരി പേർക്ക് സമയം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് അറിയില്ല. നമ്മൾ പ്രാർത്ഥനയിൽ ആദ്യം ആരംഭിക്കുക, വചനം കേൾക്കുക. അപ്പോൾ എല്ലാ സമയവും പ്രയോജനപ്പെടുത്താൻ ഇടവരും. നാളെ നമുക്ക് ഒരുമിച്ച് കാണാം. 5:30 തന്നെ ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ഒരുമിച്ച് വരിക, അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെ 5:30 കാണുന്നത് വരെ ദൈവം നമ്മെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കട്ടെ. ആമേൻ.